നെടുമണ്ണിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് റോസമ്മ. എനിക്ക് വയസ്സിൻ്റെ രോഗമായിട്ട് ഉതിർന്നാളായതാണ്. അച്ഛൻ നെടുമണ്ണി വന്നപ്പം അച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിപ്പിച്ചു. അന്നേരം അത് എളുപ്പം മാറി. പിന്നെ എനിക്ക് സഹിക്കാൻ വയ്യാത്ത മുറിഞ്ഞതുപോലെ ഭയങ്കര വേദനയായിരുന്നു. ഇന്നലെ ഈ മരിയാഭവനിൽ വന്നു പ്രാർത്ഥിച്ചു. അപ്പം വയറ്റിൻ്റെ അകത്തൊരു നല്ല സുഖവും വയറ്റിൻ്റെ അകത്തെ ആ പുകച്ചിലും വേദനയും മാറി. അന്നേരം ഞാൻ ഇവിടെ അച്ഛൻ പറഞ്ഞു ഇവിടെ സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് അതിന് സാക്ഷ്യപ്പെടുത്തിക്കണം. ഈശോയ്ക്ക് ഒരായിരം നന്ദി, മാതാവിന് നന്ദി, ഞാൻ അച്ഛന് പ്രത്യേകമായിട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പെരുന്നാളിന് വേണ്ടി ഇവിടെ പോയപ്പോൾ വഴിയിൽ വെച്ച് ഈ അമ്മയുടെ മകളോടൊപ്പം നിന്ന് അച്ഛ എനിക്ക് ഇന്ന രോഗമുണ്ട്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ തിരുനാളായിരുന്നു. കൊടിയേറ്റുന്ന ദിവസം വിശ്വാസത്തോടെ ഈ വഴിയിൽ വെച്ച് ഇപ്രകാരം എനിക്കൊന്ന് പ്രാർത്ഥിക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊരു കുശലം കൂടാതെ വിശ്വാസത്തോടെ അച്ഛൻ എൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ സൗഖ്യപ്പെടുമെന്നൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെങ്കിൽ എനിക്കൊട്ടും കൂസലുമില്ല. വഴിയിൽ വെച്ച് സമയമെടുത്തും പ്രാർത്ഥിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒത്തിരി സീരിയസ് ആയിരുന്ന അവളുടെ പൈൽസ് രോഗം മാറി. എന്നാൽ അകത്തൊരു മുറിഞ്ഞ അനുഭവം. കർത്താവിൻ്റെ ശസ്ത്രക്രിയയാകാം. ആ ദിവസങ്ങളിലൊക്കെ വയറിൽ എന്തോ മുറിഞ്ഞതുപോലൊരു അവസ്ഥ. അതൊന്ന് അച്ഛനോട് പറഞ്ഞ് ഒരാശീർവാദം വാങ്ങാൻ ഇന്നലെ വന്നു. പള്ളിയിൽ ഇരിക്കുമ്പോഴും ആ വേദനയായിരുന്നെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. മുറിയിലോട്ട് കയറാൻ തുടങ്ങി. കയറി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവിടെ മുറിവ് ശാന്തമായ ഒരു തണുപ്പിൻ്റെ സൗഖ്യത്തിൻ്റെ അനുഭവം. ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് ഓർത്തുക പ്രിയപ്പെട്ടവരെ. നമുക്കിത് എന്തുകൊണ്ട് ഇങ്ങനെ എന്താണിതെന്ന് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യൻ മനസ്സിലാക്കേണ്ടതിന് ദൈവത്തോട് ചോദിച്ചാൽ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് മാറ്റേണ്ടത് കർത്താവിൻ്റെ ആന്തരിക ശസ്ത്രക്രിയയാൽ സൗഖ്യപ്പെടുത്തുന്നു. വിശ്വാസമുള്ളവനിത് സാധ്യമാണ്. കർത്താവ് മോശയെ വിളിച്ചതുപോലെ ജനത്തിൻ്റെ കണ്ണുനീരിൻ്റെ നിലവിളി കേട്ടപ്പോൾ മോശയെ തിരഞ്ഞെടുത്തതുപോലെയാണ് അഭിഷിക്തരെയും സമർപ്പിതരെയും നിങ്ങൾക്കായി കർത്താവ് തിരഞ്ഞെടുത്ത് മാറ്റുന്നത്. അവരുടെ കർത്താവ് പ്രവർത്തിക്കും. വിശ്വാസം നമുക്കുണ്ടാകട്ടെ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.